പ്രേരണയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ചിന്തകന്മാരെ പറ്റിയിട്ടാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് കാര്യമായ പ്രചോദനം നൽകിയ കുറച്ച് ചിന്തകന്മാരെ പറ്റിയിട്ട്. സോ ഐ ഹാവ് ഗിവൺ ദ ടൈറ്റിൽ ആസ്, please read the title with me, The Intellectual Revolution That Preceded the French Revolution. The Intellectual Revolution that preceded എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നേ നടന്നത്. അതായത് ഈ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി നമ്മൾ പറയുമ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിന് പ്രചോദനം നൽകിയത് അല്ലെങ്കിൽ ഇതിന്റെ പിറകിൽ ചാലകശക്തിയായി പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികളുടെ ചിന്തകളെ കാര്യമായി സ്വാധീനിച്ച കുറച്ച് ആൾക്കാര്. അപ്പം ഈ പറയുന്ന പേരൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ പഠിച്ച പേരുകളായിരിക്കും. നമുക്ക് ഇന്ന് അവരെ ഒന്നുകൂടെ വിശകലനം ചെയ്യാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ന് പറയാൻ പോകുന്ന ആൾക്കാര് ഇപ്പൊ ഇമേജസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ 1789 മുമ്പ് മരണപ്പെട്ടവരാണ്. അപ്പം അവര് ഈ റെവല്യൂഷൻ നടക്കുമ്പോൾ അവർ ജീവനോടില്ല. അപ്പം അവര് പിന്നെ എങ്ങനെയാണ് പ്രചോദനം നൽകിയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അവരുടെ എഴുത്തിലൂടെ അവരെങ്ങനെ ഫ്രഞ്ച് ജനതയെ അവർ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പ്രിസീഡഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതിന് മുമ്പേ. അപ്പം there are scholars who argue that in France an intellectual revolution happened before the French Revolution. Intellectual revolution, which sometimes you might read as mental revolution. ഓക്കെ, നമ്മുടെ ബുദ്ധി കാര്യമായി സ്വാധീനം ആ മേഖലയിലാണ് ചെലുത്തുന്നത്. ഒരുപാട് അത്തരത്തിലുള്ള ആൾക്കാരെ, ചിന്തകന്മാരെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ചിന്തകന്മാരെ പറ്റിയിട്ട് മിസ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഫ്രഞ്ച് ജനത അവരെ എന്താണ് വിളിച്ചിരുന്നത്? നമ്മൾ ഫിലോസഫേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്, അല്ലെ? പക്ഷെ ഫ്രഞ്ച് ജനത എന്താണ് വിളിച്ചിരുന്നത് ഓർക്കുണ്ടോ? ഫിലോസഫ്സ് എന്നാണ്. ഓർമ്മ ഉണ്ടാവുമായിരിക്കും, നമ്മൾ എൻലൈറ്റ്മെന്റ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഫിലോസഫ്സ് എന്ന വിഭാഗക്കാരെ പറ്റിയിട്ടാണ് ജനറലി നമ്മൾ പറയാൻ പോകുന്നത്. എന്നിട്ട് അതിൽ പ്രധാനികളെ നമ്മൾ എടുക്കാം. ഫിലോസഫ്സ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡ്, നമ്മൾ ഫിലോസഫേഴ്സ് എന്ന് ഫ്രഞ്ച് പരിഭാഷയാണ്. ഫിലോസഫ്സ് സ്പെല്ലിംഗ് അങ്ങനെയാണ്, PHES. ഇവരാരാണ്? They were intellectuals. Okay, they were intellectuals who were part of the 18th century Enlightened movement. Now, who were the philosophers? They were people who applied reason to everything. നിങ്ങൾ വെറുതെ വിശ്വസിക്കുകയല്ല, നിങ്ങളെ ചിന്ത logically you reason it out. You apply a lot of criticism. They criticize things and they derive conclusions out of it, whether this is right or whether this is wrong. Why, who, how. They ask questions like that and reasoned things. Okay, and also you can see how they were against almost all the conservative institutions of the period, which included the Catholic Church. Church എന്നൊരു ഓർഗനൈസ്ഡ് റിലിജൻ ആണ് ക്രിസ്ത്യാനിറ്റി. അപ്പൊ അതിനെ അവർ എതിർത്തിരുന്നു, because they felt that it prevented the freedom of expression of the people. They did not like the kings. So you can see that philosophers were people who largely spoke about tolerance of all religions. അത് സഹിഷ്ണുതയെ പറ്റി സംസാരിച്ച ആൾക്കാരായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. അപ്പം ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ വിഭാഗമാണ്. ഇതില് ചില ആൾക്കാർ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പം മോണ്ടെസ്ക്യൂ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ സാധാരണക്കാരും അധികം ഉണ്ടായിരുന്നു. അപ്പം ഇവരെ പറ്റിയിട്ട് നമുക്ക് ഈ പറയുന്ന സ്ലൈഡിൽ മിസ് പറയുന്നത് എന്തായിരുന്നു ഇവരെ പറ്റിയിട്ടുള്ള ജനറൽ അല്ലെങ്കിൽ അരിസ്റ്റോക്രറ്റ്സ് എന്ന് പറയുന്ന കിങ്സ് ആൻഡ് നോബിൾസ്, അവരെന്താണ് ഇവരെ പറ്റി പറഞ്ഞതെന്നുള്ളത്. Those who supported conservatism, those who supported monarchy, what did they say about the philosophers? അതാണ് ഈ സ്ലൈഡിൽ പറയുന്നത് കേട്ടോ. അതായത് അരിസ്റ്റോക്രറ്റ്സ് blame the philosophers for hatching the revolution. Hatching എന്ന് പറഞ്ഞാൽ അവരാണിത്, ഇതിന്റെ മാസ്റ്റർ മൈൻഡ്. അവരെവിടെയോ ഇരുന്നിട്ട് ചിന്തിച്ചത് അവരാണ് ഇങ്ങനെ ആൾക്കാരെ ഇതിന്റെ പിറകിൽ നിന്ന് അവരെ ഇങ്ങനെ പുഷ് ചെയ്ത് വിടുന്നത് എന്നുള്ളതാണ്. They argued that a plot was hatched by a small minority. ആരാണ് ഈ സ്മോൾ മൈനോറിറ്റി? ഫിലോസഫേഴ്സ് ആണ്. They were few in number and they were influenced by the destructive ideas of enlightenment എന്നാണ്. ഈ പറഞ്ഞിട്ടുള്ള സ്ലൈഡിലുള്ളത് ഇത് കൺസർവേറ്റീവ്സിന്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. ജനറലി we don't say that the enlightenment ideas were destructive. നമ്മൾ എപ്പോഴും പ്രോഗ്രസീവ് ആണെന്ന് പറയുന്നത്. പക്ഷെ കൺസർവേറ്റീവ്സിന്റെ ഐഡിയ ആണ്. എങ്ങനെയാണ് അവര് ഫിലോസഫേഴ്സിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത സ്ലൈഡ് നമുക്ക് പോവാം. About their role.
ഇപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ഇവരെല്ലാവരും ഇങ്ങനെ ഫ്രഞ്ച് ജനതയുടെ മുമ്പിൽ നിന്നിട്ട് അവരെ നയിച്ചിരുന്നു. ഇപ്പം നമുക്ക് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, നമുക്ക് ഗാന്ധി നമ്മളൊപ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറെ പേര് ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ ആയിരുന്നു ഇവര് നോക്കുമ്പം ഇവരെല്ലാവരും തന്നെ മരണപ്പെട്ടിരുന്നു. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ റോള് നമ്മളെ കേരള ചരിത്രം സാമൂഹിക പരിഷ്കാരം നോക്കുവാണെങ്കിൽ, ഹി ഇൻഫാക്ട് പാസ്ഡ് അവേ. ഓക്കെ, വളരെ നേരത്തെ മരിച്ചിട്ടുണ്ടെങ്കിലും ഹിസ് ഐഡിയാസ് വെയർ ദേർ വിച്ച് ഇൻസ്പയർഡ് പീപ്പിൾ ടു റിവോൾട്ട് അഗൈൻസ്റ്റ് കാസ്റ്റ്. ഓക്കെ, പിന്നെ എന്താണ് അൺടച്ചബിലിറ്റി, അതിനെതിരെയൊക്കെ എങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഓർഗനൈസ്ഡ് ആവണം, പല കാര്യങ്ങളും ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രീനാരായണ ഗുരു ത്രൂ ഹിസ് തിങ്കിങ്, ഹിസ് റൈറ്റിംഗ്സ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഓഫ് കേരള. ഓക്കെ, അതേപോലെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണമെങ്കിൽ കമ്പാരിസൺ മാത്രമാണ് കേട്ടോ. അപ്പം ഇവിടെ എന്താ ചെയ്തത്, അബൌട്ട് ദിയർ റോൾ, ദേ ഡിഡ് നോട്ട് ഡയറക്ട്ലി ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻസ്പിറേഷൻ വളരെ വലുതാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിട്ട് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ നയിക്കുന്ന ആൾക്കാരായിരുന്നില്ല. നമ്മളിപ്പം ഏതൊരു നാഷണൽ, ഇപ്പം തിലക്കോ വി കെൻ സേ ഗോഖലെ, അവരൊക്കെ നമ്മുടെ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവരുടെ ചിന്തകളാണ് ജനതയെ സ്വാധീനിച്ചിരുന്നത്. പിന്നെ they were very powerful factors behind the revolution. They exposed weaknesses of the society. അത് നിങ്ങൾ ഓർക്കേണ്ടത്, വീക്ക്നെസ് സൊസൈറ്റി, സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അനീതികളെയും അവർ ചോദ്യം ചെയ്തു. അപ്പൊ അവര് ചോദ്യം ചെയ്തത് നിന്നാണ് സാധാരണക്കാരത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, they created the intellectual revolution in France. ഓക്കെ, അടുത്ത സൈഡ് എടുക്കാം നമുക്ക്. അപ്പൊ ആദ്യം ആയിട്ട് പറയാൻ പോകുന്ന ആള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആർ ഓൺ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വോൾട്ടയർ ആണ്. വോൾട്ടയറിന്റെ പേര് കാലഘട്ടം നോക്കൂ, 1694 1778. വോൾട്ടയർ എന്ന് പറയുമ്പം അദ്ദേഹത്തിന് നമുക്ക് അങ്ങനെയാണ് അറിയുന്നതെങ്കിലും അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, ഫ്രാങ്കോയ് മാറി എറോ. ഫ്രാങ്കോയ് മാറി എറോ എന്ന് പറയുന്ന ആളെയാണ് വോൾട്ടയർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പെൻ നെയിം ആയിരുന്നു. ഇദ്ദേഹം എന്ന് പറഞ്ഞാല്, അദ്ദേഹം നമ്മൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ടോക്കിംഗ് അബൌട്ട് ബാസ്റ്റിൽ വിച്ച് വാസ് എ ഹ്യൂജ് പ്രിസൺ. ആ ബാസ്റ്റിൽ എന്ന് പറയുന്ന അത്രയും വലിയൊരു ജയിലില് ഹി വാസ് ഇൻകാർസറേറ്റഡ്, ഹി വാസ് ഇംപ്രിസൺഡ്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം വളരെയധികം രാജാവിനെതിരെയും ഒക്കെ എഴുതുന്നുണ്ട്. ബിക്കോസ് ഫോർ ഹിസ് റൈറ്റിംഗ്സ് ഹി വാസ് ഇൻകാർസറേറ്റഡ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം വളരെയധികം റിബലാവുന്നുണ്ട്. ഹി വാസ് എ പ്രോളിഫിക് റൈറ്റർ. അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഒരുപാട് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. നോട്ട് ഓൺലി റീസണിങ്, നോട്ട് ഓൺലി തിങ്സ് റിലേറ്റഡ് ടു ഹിസ്റ്ററി, ഹി റോട്ട് നോവൽസ്, നോൺ ഫിക്ഷൻ. ഹി വാസ് എ പ്രോളിഫിക് റൈറ്റർ. ഹി അറ്റാക്ട് ദ കറപ്ഷൻ എവ്രിവെയർ. കറപ്ഷൻ എല്ലാ സ്ഥലത്തും ചോദ്യം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവം കാത്തലിക് ചർച്ച് ആയിരുന്നു. ഹി ക്വസ്റ്റ്യൻ ദ ചർച്ച് വെഹിമെന്റ്ലി ആൻഡ് ഹി ട്രൈഡ് ടു സ്റ്റേറ്റ് ദാറ്റ് ദ ചർച്ച് വാസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ സൂപ്പർസ്റ്റിഷൻസ് വിച്ച് പ്രിവെയിൽഡ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. ചർച്ചാണ് കാരണം എല്ലാവിധ പ്രശ്നങ്ങൾക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഹി സ്പോക്ക് ഫോർ റിലീജിയസ് ടോളറേഷൻ, ഫ്രീഡം ഓഫ് തോട്ട്. അപ്പം എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം, ഞാൻ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് തീരുമാനിക്കുക. ഐ ഷുഡന്റ് be influenced by anyone else. That is freedom of thought. People's right to revolt when the king is not good. Voltaire said people have all the rights to remove that ruler from power. അതാണ് ഫ്രഞ്ച് ജനത പിന്നെ നടപ്പാക്കുന്നത്. അതിലാണ് അദ്ദേഹത്തിന്റെ സ്വാധീനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ വർക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ വർക്കുകൾ എന്ന് പറയുമ്പം വർക്കുകളുടെ പേര് നോക്കണേ സ്ലൈഡിൽ. ദ ഏജ് ഓഫ് ലൂയി XIV, ഏജ് ഓഫ് ലൂയി XV, ആനൽസ് ഓഫ് ദ എംപയർ വോളിയം 2, യൂണിവേഴ്സൽ ഹിസ്റ്ററി ഉണ്ട്. ഇതൊക്കെ കുറച്ച് ഹിസ്റ്റോറിക്കൽ വർക്ക്സ് ആണ് കേട്ടോ. മിസ് ഇവിടെ കൊടുത്തിട്ട് ഹിസ്റ്റോറിക്കൽ വർക്ക്സ് മാത്രമാണ്. ഇത് കൂടാതെ നോവൽസ് ഉണ്ട്, നോൺ ഫിക്ഷൻ ഉണ്ട്, പലതും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കണം. പിന്നെ അടുത്ത അതാണ് വോൾട്ടയർ, prominent force behind the revolution. ഇത് വോൾട്ടയറിന്റെ അദ്ദേഹം ഒരു ഉന്നത കുലജാതനായിരുന്നു എന്നുള്ളതാണ്. അപ്പം 1689 1755 that was a period that he was there. വോൾട്ടയറിന്റെ ഒരു ഇമേജ് ആണ് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വാട്ട് ഡിഡ് വോൾട്ടയർ ഡു? അപ്പൊ സോറി, ഞാനിപ്പോ പറഞ്ഞിരുന്നു മോണ്ടെസ്ക്യൂ എന്നാണ് കേട്ടോ പറഞ്ഞത്. സോറി, പറഞ്ഞത് തെറ്റിപ്പോയത്. മോണ്ടെസ്ക്യൂ ആണ്. അപ്പൊ അടുത്ത മോണ്ടെസ്ക്യൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ഒരു വേറെ കോഴ്സാണ്. അപ്പൊ മോണ്ടെസ്ക്യൂ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. മോണ്ടെസ്ക്യൂ എന്ന് പറയുന്ന ഇദ്ദേഹം ഉന്നത കുലജാതനായിരുന്നു. അപ്പൊ മോണ്ടെസ്ക്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹി വാസ് അഗെയിൻസ്റ്റ് ഡിവൈൻ റൈറ്റ് തിയറി.
അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ, ദാറ്റ് ഇസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. എന്താണ് ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നാണ്? അതായത് എല്ലാ പവറും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബോഡീന്റെ കയ്യിൽ പാടില്ല. അപ്പൊ കിങ് ആണെങ്കിൽ കിങ് എല്ലാം കൺട്രോൾ ചെയ്യും. എന്ത് പറ്റും? ദർ ആർ ചാൻസസ് ഫോർ കറപ്ഷൻ, നെപ്പോട്ടിസം ആൻഡ് ലോട്ട്സ് ഓഫ് തിങ്സ്. സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് ഇന്ത്യൻ സിസ്റ്റത്തിൽ വി ഹാവ് എ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. യു നോ ദാറ്റ് വി ഹാവ് ദ എക്സിക്യൂട്ടീവ്, the legislature and the judiciary performing different roles, so that we prevent it overlapping, the power getting overlapped. This is to prevent corruption predominantly. So this can be seen as actually the root idea was that of Montesquieu. പിന്നെ അദ്ദേഹത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡെമോക്രസി എന്ന് പറയുന്നത് ഹി സപ്പോർട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, ലൈക്ക് ആരെപ്പോലെ ജോൺ ലോക്ക് ഇംഗ്ലീഷ് റെവല്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സപ്പോർട്ടാണ് അദ്ദേഹം ചെയ്യുക. ഇങ്ങനത്തെ ഏത് തരത്തിലുള്ള ഭരണത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ഇവിടെയും അദ്ദേഹം അതാണ് ചെയ്തത്. പിന്നെ the Constitution of 1791, അത് നമ്മൾ വീണ്ടും പറയും, after the revolution constitutions came up, that was based on Montesquieu's theory. Okay, അതാണ് മോണ്ടസ്ക്യൂവിനെ പറ്റി നിങ്ങൾ ഓർക്കണം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഇനിയുള്ള ആള് നിങ്ങൾക്ക് എല്ലാം പരിചയമുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് ജീൻ ജാക്സ് റൂസോ എന്നാണ് നമ്മൾ പൊതുവെ പറയാം. പീരീഡ് നോക്കൂ, 1712 1778. ഓക്കെ, റൂസോനെ പറ്റി പറയുകയാണെങ്കിൽ റൂസോ എന്താണ് ചെയ്തത്? അപ്പം നമ്മൾ പലതരത്തിലുള്ള സോഷ്യൽ കോൺട്രാക്ട് പഠിച്ചു. വി സ്റ്റഡീഡ് അബൌട്ട് ലോക്ക് സോഷ്യൽ കോൺട്രാക്ട്. യു ഓൾസോ നോ ദാറ്റ് ഹോബ്സ് ഹാഡ് റിട്ടൺ another kind of social contract. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് the social contract written by റൂസോ. അപ്പൊ റൂസോ എന്ന് പറയുന്ന ആൾ എഴുതിയ ഈ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ഐഡിയ, ദാറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ദ ബൈബിൾ ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഇതിൽ അദ്ദേഹം പറയുന്നത് മെയിൻലി ഹി സ്പോക്ക് അബൌട്ട് സോവെർണിറ്റി. ആരുടെ സോവെർണിറ്റി? പരമാധികാരം, ജനങ്ങളുടെ പരമാധികാരം. ഗവൺമെന്റ് ആർ സിംപ്ലി ഏജൻസ്. ഞാൻ ഒരു സിറ്റിസൺ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ സിറ്റിസൺസ് എലക്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ഭരിക്കാനുള്ളതാണ്. ഗവൺമെന്റ് ഇസ് ഓൺലി an agent, the agent who has to rule according to the interest of the people. If the government fails to do so, if the government fails to give a rule of the free rule, okay, or fair rule, then what will happen? People will have all the rights to remove that government from power. ഇതാണ് ലോക്ക് പറഞ്ഞത്. പക്ഷെ ലോക്കിന് കുറച്ചുകൂടി മൈൻഡാണ്. ലോക്ക് പറഞ്ഞിട്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ദാറ്റ് വാസ് മോസ്റ്റ് സ്യൂട്ടബിൾ എന്നാണ്. ഇദ്ദേഹം പറയുന്നത് വയലന്റ് ഫോം ഓഫ് റെവല്യൂഷൻ. അതിന് നിങ്ങൾ എന്തും ഏത് അറ്റം വരെയും എന്തും നിങ്ങൾക്ക് ചെയ്യാം. സോ യു ഹാവ് ഓൾ ദ റൈറ്റ്സ് ടു റിമൂവ് an unjust ruler. You can take any method that you want to, and that is how he had urged the people to react to the injustice that prevailed during his period. So he mainly spoke about the political equality of all the citizens and also their right to revolt against a despotic ruler. Okay, ഇനി അടുത്ത ആൾ, ഇതാണ് ഡെനിസ് ഡിഡേറോ എന്നാണ് പൊതുവെ പറയാറുള്ളത്. 1713 1784. ഇദ്ദേഹം ഒരു ചിന്തകൻ ആയിരുന്നുവെങ്കിലും ഇദ്ദേഹം പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സംഭാവന അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഈ സ്ലൈഡിൽ അദ്ദേഹത്തിന് പ്രധാനമായി അദ്ദേഹം എഴുതിയ ഒരു വർക്കാണ്. ഇറ്റ് വാസ് ദിസ് മാഗ്നം ഓപ്പസ്, ഹ്യൂജ് വോള്യൂം വർക്ക്. അതിന്റെ പേര് എൻസൈക്ലോപീഡിയ എന്നാണ്. എൻസൈക്ലോപീഡിയ. ആൻഡ് ദിസ് ഹി ഹാഡ് റിട്ടൺ ഇൻ ഇൻ കൊളാബറേഷൻ വിത്ത് ഹിസ് ഫ്രണ്ട് ജീൻ ദ ആലംബർട്ട്. പേരൊക്കെ ജീൻ ദ ആലംബർട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ ഒപ്പമാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. കോ-ഓതേർഡ് വർക്കാണ് കേട്ടോ. ആൻഡ് ഇതിനകത്ത് അദ്ദേഹം ഒരുപാട് ബൈബിൾ മിറക്കിൾസ് ഇൻ ബൈബിൾസ് ഹി ക്വസ്റ്റ്യൻഡ് ഓൾ that made the church very angry. You could see how the Catholic Church banned it, French government banned it. It included a lot of contributions from a lot of big authors. So mechanical arts na patittu encyclopedia ellam parayallo encyclopedia endanu. So huge encyclopedia which was compiled by Diderot and Alembert, which had the works of a lot of people. So huge volume encyclopedia, a repository of knowledge, that was encyclopedia.
ഓക്കെ, ഇനി ഇത് കുറെ പ്രധാനമായ ആൾക്കാരെ പറഞ്ഞു. ഇനി വേറൊരു വിഭാഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഈ ക്ലാസ് നമുക്ക് അവിടെ അവസാനിപ്പിക്കാൻ. അവരെ പറയുന്ന പേരാണ് ഫിസിയോക്രറ്റ്സ്. പേര് നോക്കുക, PHYSIOCRATS. ഫിസിയോക്രറ്റ്സ് എന്ന് പറഞ്ഞാൽ they were economists ആണ്. Okay, they mainly studied economic theory. They can also be considered as a part of enlightenment thinking. ഇവര് ഇക്കോണമിസ്റ്റ്, ഫ്രാൻസിലുള്ള ഇക്കോണമിസ്റ്റിനെ വിളിച്ച പേരാണ് ഫിസിയോക്രറ്റ്സ്. ഫിസിയോക്രറ്റ്സ് എന്ന് പറഞ്ഞാൽ they believe that wealth of nations depended entirely on agriculture. അഗ്രികൾച്ചറുള്ള മാറ്റം. അപ്പൊ അഗ്രികൾച്ചർ നന്നായാൽ മാത്രമേ, അല്ലെങ്കിൽ ലാൻഡ് ഡെവലപ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഒരു രാജ്യം നന്നാവുള്ളൂ. അപ്പൊ ദേ വാണ്ടഡ് എവറിത്തിങ് ടു ബി പ്രൈസ്ഡ്. കമോഡിറ്റീസ്, ഇപ്പോൾ ഒരു സാധനം കോൺ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി പ്രൈസ് സോ ഹൈ ദാറ്റ് ഇറ്റ് ഹെൽപ്പ് ദ ഫാമർ. ഓക്കെ, കൃഷിക്കാരനാണ് കൃഷി ചെയ്യുന്നത്. അപ്പൊ കൃഷിക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാവണം നിയമങ്ങൾ. കൃഷിക്കാരൻ കോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹീ ഷുഡ് ഗെറ്റ് ദ മാക്സിമം ബെനിഫിറ്റ്. സോ ദ കോൺ ഷുഡ് ബി പ്രൈസ്ഡ് വെരി ഹൈ. എന്നാൽ മാത്രമേ കൃഷിക്കാർക്ക് ഗുണം ചെയ്യുള്ളൂ. അപ്പം അവർ സംസാരിച്ചിരുന്നത് എല്ലാ തരത്തിലും ലാൻഡ് ഡെവലപ്മെന്റ് ത്രൂ അഗ്രികൾച്ചർ ഷുഡ് ഹാപ്പൻ. സോ യു കെൻ സേ അഗ്രികൾച്ചറൽ ഇക്കോണമിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ പറയണം, നിങ്ങൾ എഴുതണ്ട. അപ്പം ഇത് എന്താ പറയുക, they were people who spoke mainly about agriculture, development of agriculture. So they were economists, French economists who in fact spoke about the problems of the peasants, how they faced starvation, how they did not get justice before the revolution. They were the physiocrats. And you can see that peasants in fact created, or they formed a chunk of those people who participated in the revolution. They were unhappy with the rule, Louis XVI's rule. So they revolted, and the physiocrats played a very important role in that. So I have given a few names here. Francois Quesnay, Qusnay. Then Mirabeau. Mirabeauനെ പറ്റി നമ്മൾ വീണ്ടും പറയും. പിന്നെ ഒരു പേര് നിങ്ങൾ ഓർക്കുക, ഈ പേര് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുക. When we discuss the revolution, I will be talking about this person, Turgot. 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 They were all physiocrats who dominated the movement. ഇതൊക്കെയാണ് Quesnay, Mirabeau, Turgot. This is the last slide for today. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്, we spoke about the intellectual revolution that preceded the French Revolution, which in fact set the solid granite foundation on which the French Revolution happened later. They prepared the stage, all set so that the revolution happened very soon. That is the role of the intellectuals. And you see that you have to know this point. This is very important for any revolution to be successful. The role of intellectuals is very important, and that is where you can say in India in 1857 it really was not there. Intellectual backup was not there. If you study modern India, you would know, and that could be seen as a reason why it was a failure. ഒരു പരാജയത്തിന്റെ കാരണം പറയുമ്പം ഇന്റലക്ച്വൽസ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പീപ്പിൾ ദേ acted according to their own interests. Sporadic violence happened in 1857. ഇവിടെയും നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തിന്റെ, ജനതയുടെ, ഒരു ചിന്തകന്മാരുടെ സ്വാധീനമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ അതിനൊരു വിജയമാക്കി എന്ന് പറയുന്നത്. Which was not in 1857, though we consider it as a first war of independence. It was not there in India. When we study Indian history, we know that. So that is how the role of intellectuals, that is so very important for any revolution to be successful. Okay? Next class we will be discussing the cause of the revolution. Until then.